എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഇന്ദ്രൻ ബാറിനുള്ളിലേക്ക് കയറി ചുറ്റിലും നോക്കി. പരിചിതമായ മുഖങ്ങളൊന്നും കാണാനില്ല. അവന്റെ ഹൃദയം എന്തിനെന്നില്ലാതെ മിടിച്ചു. കീറി മുറിക്കുന്ന അവസ്ഥ. അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി തന്റെ കാറിലേക്ക് കയറി. തലക്ക് വല്ലാത്തൊരു കനാനുഭവപ്പെട്ടതും സ്റ്റിയറിംഗിൽ തലവെച്ച് അവൻ കിടന്നു. എന്റെ ഏട്ടനെ ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ഇന്ദ്രൻ പറഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവനൊന്ന് വിറച്ചു. വീട്ടിൽ നിന്ന് വിളിയോട് വിളിയാണ്. ആരുടെയും കോൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി ഇതെന്താവുന്നോർത്ത് അവൻ ഫോൺ കയ്യിലെടുത്തു. വാട്സാപ്പും മറ്റ് സോഷ്യൽ മീഡിയകളുള്ള ഈ കാലത്ത് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച ആരായിരിക്കും? ഒരു സംശയത്തോടെ സ്ക്രീനിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ ഒരു നിമിഷം വിശ്വസിക്കാനാവാതെ നിന്നു. ഏട്ടൻ, ഞാനൊരിടം വരെ പോയതാണ്. ഉടനെ തിരികെ എത്തും. നീ വീട്ടിലുണ്ടാവണം. ഇന്ദ്രന്റെ ഉള്ളിലൊരു തണുപ്പ് വീണു. എന്നാലും ഇവിടെ ഞാനറിയാതെ എവിടേക്കായിരിക്കും അതിരാവിലെ പോയത്? ഒരു നിമിഷം അവൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് കിടന്നു. പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് നിവർന്നിരുന്നു. എന്തോ കാര്യമുണ്ട്. തിരികെ പെട്ടെന്ന് വീട്ടിലെത്തണം. കാറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ തന്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം മായയും. അവന്റെ കൂടി വന്ന വീട്ടിലെ സ്ഥിതി അല്പം ശാന്തമായി. എന്നിരുന്നാലും ശ്രീഹരി എങ്ങോട്ടാണ് പോയതെന്ന ചിന്ത അവരിൽ സംശയമായി കിടന്നു. അവൻ തിരികെ വീട്ടിലെത്താതെ അതിനൊരു സമാധാനം ഉണ്ടാവില്ലെന്ന് അവർക്കറിയാമായിരുന്നു. പിന്നീടുള്ള നിമിഷങ്ങൾ വീട്ടുകാർ ശ്രീഹരിയെയും അവന് തിരഞ്ഞുപോയവരെയും നോക്കിയുള്ള കാത്തിരിപ്പായിരുന്നു. മോളെ, ശ്രീഹരിയെ കുറിച്ചുള്ള വിവരം വന്നു. അതുവരെ വേവലാതിയോടെ നിന്ന ശോഭ ഒരു ഭാഗത്ത് മാറി നിൽക്കുന്ന ശില്പകരിയിലേക്ക് നടന്നെടുത്തു. ശില്പ അമ്മയ്ക്ക് നേരെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ തമ്മിൽ ഇന്നലെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പറ ശില്പ. അവളൊന്നും പറയാതെ വീണ്ടും മൗനം പാലിച്ച ശോഭ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ഇല്ലമ്മേ, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളുണ്ടാവുമെന്ന് സംസാരിച്ചിട്ടില്ല. അത്രയും പറഞ്ഞിട്ട് ശില്പ അമ്മയ്ക്ക് മുഖം കൊടുക്കാൻ മുകളിലേക്ക് പോയി. അപ്പോഴാണ് ഇന്ദ്രന്റെ കാറും പിന്നാലെ പോയ മറ്റു വണ്ടികളും മുറ്റത്തേക്ക് വന്ന് നിന്നത്. ശബ്ദം കേട്ട് മുകളിലേക്ക് പോയ ശില്പ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കോണിപ്പടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങാതെ ശ്രീമംഗലം എന്നെഴുതിയ ഗേറ്റ് കടന്ന് ഒരു ബുള്ളറ്റ് മുറ്റത്തേക്ക് കടന്നു. പിന്നാലെ മറ്റൊരു വണ്ടിയും. പ്രശാന്ത് ആകെ നോക്കിക്കൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി. വലിയ കൊട്ടാരം പോലെയുള്ള വീട്. മുറ്റത്തിന്റെ ഒരു ഭാഗത്ത് സുന്ദരമായി ഒരുക്കിയ ഗാർഡൻ. പല നിറങ്ങളിലായി വിരിഞ്ഞ ചെടികളും പൂക്കളും എല്ലാം കൊണ്ടും ആ വീടും ചുറ്റുപാടും തലയെടുപ്പോടെ നിൽക്കുന്നു. വെറുതെ അല്ല ശില്പ ഈ വീട് വിട്ടു വരാൻ മടിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് ഈ കണ്ട സൗഭാഗ്യമില്ലാതാവുന്ന സങ്കടം സഹിക്കാനാവില്ല. അവന്റെ ഉള്ളിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ടെൻഷൻ കുറച്ച് സമയം കൊണ്ട് മാഞ്ഞു പോയിരുന്നു. പകരം ഒരു പൂച്ചച്ചിരി ചുണ്ടിൽ നിറഞ്ഞു നിന്നു. വാടോ. ശ്രീഹരിയുടെ ശബ്ദം കേട്ടതും പ്രശാന്ത് ചുറ്റിലും നോക്കി അവന്റെ പിന്നാലെ മുന്നോട്ട് നടന്നു. സീറ്റ് ഔട്ടിലും മുറ്റത്തുമായി വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ പ്രശാന്തിന്റെ നേരെയായിരുന്നു. ഇവൻ എന്താണ് ഇവിടെ എന്നുള്ള സംശയങ്ങൾ ഓരോ ആളുകളിൽ നിറഞ്ഞു. പക്ഷേ ശ്രീഹരിയുടെ മുഖം കണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. ശ്രീഹരി എല്ലാവരെയും നോക്കി പ്രശാന്തിനെയും കൂട്ടി അകത്ത ഹാളിലേക്ക് കടന്നു. നടക്കുമ്പോൾ പ്രശാന്ത് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആ കുടുംബം മുഴുവൻ അവന് നോക്കി കൊല്ലുന്ന പോലെ അവന് തോന്നി. അവന്റെ കണ്ണുകൾ അറിയാതെ ശില്പയെ തേടി. പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു. അവളുടെ അഭാവം അവന് നെഞ്ചിൽ കനത്തൊരു സംശയം വിതറി. ശില്പ! ശ്രീഹരിയുടെ ശബ്ദം ആ വീട്ടിലാകെ മുഴങ്ങി. ഉച്ചത്തിലല്ല, പക്ഷെ ഉറച്ചതായിരുന്നു. ഹാളിൽ നിശബ്ദ തളം കെട്ടി നിന്നു. അതുവരെ ഉണ്ടായിരുന്ന ചെറു ശബ്ദങ്ങൾ പോലും അപ്രത്യക്ഷമായി. പ്രശാന്ത് ആകെ ഒരു ഞെട്ടിലോടെ അവനെ നോക്കി. ശ്രീഹരിയുടെ ശബ്ദത്തിൽ മാത്രമേ ഗൗരവം ഉണ്ടായിരുന്നുള്ളൂ. മുഖം ശാന്തമായിരുന്നു. താഴെ നിന്ന് ശ്രീഹരിയുടെ ശബ്ദം കേട്ടതും മുകളിലെ ഹാളിൽ ഇരുന്നിരുന്ന ശില്പ ഞെട്ടിലോടെ എഴുന്നേറ്റു. മോളെ ശില്പ! ശ്രീഹരി ശില്പയെ വിളിച്ചും ശോഭ ശില്പയെ വിളിച്ചുകൊണ്ട് മുകളിലേക്കുള്ള കോണിപ്പടി കയറാനായി മുന്നോട്ട് നടന്നു. ആന്റി വേണ്ട, അവള് വന്നോളൂ. ശോഭ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചു. എല്ലാവരും നോക്കി നിൽക്കെ ശില്പ പതിയെ ഇറങ്ങി വന്നു. ശ്രീഹരി അവൾ അരികിലേക്ക് നടന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ അവളുടെ മുഖം താഴ്ന്നു. കൂടുതൽ പറയാനോ ചോദിക്കാനോ ഒന്നുമില്ല, സത്യം മാത്രം. അത് എനിക്കറിയേണ്ടതുള്ളൂ. ശ്രീഹരി ചുറ്റിലും നോക്കി. അതും ഇവിടെയുള്ള എല്ലാവരും കേൾക്കേ, നിന്റെ വായിൽ നിന്ന്. ശില്പയുടെ ഹൃദയം പിടിച്ചു. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാരാ? ഒരു നിമിഷം ശ്രീമംഗലം വീടാ കുലുങ്ങി. പറയൂ ശില്പ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാരാന്ന്? ചോദ്യം ചാട്ടുളി പോലെ ശില്പയുടെ മേൽ പതിച്ചു. പക്ഷേ അവൾ അനങ്ങിയില്ല. ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല. ചുണ്ടുകൾ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അവൾ തല ഉയർത്തി. ഒരിക്കൽ കൂടി ചുറ്റിലുമുള്ളവരെ നോക്കി. മോനെ ശ്രീ! മാധവൻ അവനരികിലേക്ക് നടന്നെടുത്തു. അങ്കിൾ വേണ്ട. അവൻ എന്റെ കൈകളാൽ തടഞ്ഞു. ഇതിൽ ആരുടെയും വാക്കുകൾ എനിക്ക് കേൾക്കണ്ട. എനിക്ക് ശില്പയുടെ വായിൽ നിന്ന് കേൾക്കേണ്ട കാര്യം അവളിൽ നിന്ന് തന്നെ കേൾക്കണം. ശ്രീഹരി ഗൗരവത്തോടെ പറഞ്ഞു. മാധവൻ തറഞ്ഞു. ഒരടി മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കാനാവാതെ ശില്പ എല്ലാം നിശബ്ദമായി നോക്കി നിന്നു. ചുറ്റും കൂടിയ ഒരു വെറുപ്പിന്റെയും അവജ്ഞതയുടെയും നോട്ടം. ചില കണ്ണുകൾ തുറന്ന കുറ്റപ്പെടുത്തൽ, ചിലതിൽ മറച്ചുവെച്ച സന്തോഷം, ചിലതിൽ ഒരു നിമിഷം കൊണ്ട് തീർപ്പെഴുതിയ വിധി. ഓരോ നോട്ടങ്ങളും ശില്പയുടെ മേൽ ഭാരം പോലെ വീണു. ശില്പ!
ശ്രീഹരിയുടെ ശബ്ദം വീണ്ടും ഹാളിൽ മുഴങ്ങി. അതിൽ പക്ഷേ മുമ്പത്തെ ഗൗരവമായിരുന്നില്ല, ശാന്തത മാത്രം. എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടായി ചോദിക്കുന്നു, തെളിവുകൾ സഹിതം. അതുകൂടെ കേട്ടതും ശില്പയുടെ ശരീരം വിറച്ചു. പ്രശാന്ത് ഒരു നിമിഷം ശില്പയുടെ മുഖത്തേക്ക് നോക്കി. ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥ. എന്തായാലും ശ്രീഹരി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി എന്തെന്ന് പറഞ്ഞാലും സത്യം സത്യമല്ലാതായി മാറില്ല. പിന്നെ ഈ കാണുന്നവർക്ക് മുമ്പിലെല്ലാം അവൾ ഒരാൾ മാത്രമാണ് കുറ്റവാളിയായി നിൽക്കുന്നത്. എന്താ അതിൽ തനിക്കും പങ്കില്ലേ? ഈ ഒരു അവസരത്തിൽ അവളോട് എന്ത് വെറുപ്പുണ്ടെങ്കിലും തന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും കൂടെ നിൽക്കണ്ടേ? പറ ശില്പ. ശ്രീഹരിയുടെ ശബ്ദം പ്രശാന്തിന്റെ ഓർമ്മകളിൽ നിന്ന് പുറത്തെത്തിച്ചു. അവൻ ചുറ്റും നിന്ന് എല്ലാവരെയും നോക്കി, കൂടെ ശ്രീഹരിയെയും. ശ്രീഹരി. പ്രശാന്ത് അവനരികിലേക്ക് വന്നു. നിന്നെ ആ വിളിച്ചോ? ശ്രീഹരിയുടെ ശബ്ദം കടുപ്പ് നിറഞ്ഞതായിരുന്നു. നിന്റെ സമയമാകുമ്പോൾ ഞാൻ വിളിക്കും. ശ്രീഹരി പ്ലീസ്, ഇനി അവളിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. നിനക്കറിയേണ്ട സത്യം ഞാൻ പറയാം. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഈ ഞാനാ. അവന്റെ വാക്കുകൾ ഹാളിൽ ഇടിമിന്നൽ പോലെ പതിച്ചു. പ്രശാന്ത് പറഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കി. അതോടൊപ്പം മാധവന്റെ കൈ പ്രശാന്തിന്റെ കവിളിൽ പതിഞ്ഞു. ഒന്നല്ല പലതവണ. മാമാ. കവിൾ പൊത്തിപ്പിടിച്ച് പ്രശാന്ത് മാധവനെ നോക്കി. ആരാണ് നിന്റെ മാമൻ? പറയാം. ഇങ്ങനെ ഒരു അനന്തരവന് ഒരാൾക്ക് കിട്ടലേ ഈശ്വരാ. കരച്ചിലോട് അദ്ദേഹം തലയിൽ തള്ളി. ഹാളിൽ നിറഞ്ഞ ശബ്ദങ്ങളല്ല, തകർച്ചകളായിരുന്നു. മാധവന്റെയും കൂടെ ശോഭയുടെയും കരച്ചിൽ അവിടെയാകെ മുഴങ്ങി. മായും ശിവയും ശ്രേയയും വിറങ്ങലിച്ച് നിൽക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ ഒരു സന്തതി എന്റെ വയറ്റിൽ കുരുത്തത്? ശോഭ കരച്ചിലോടെ പറഞ്ഞിട്ട് ശില്പയുടെ അരികിലേക്ക് ചെന്നു. ശില്പ മുഖമുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നോട്ടം കണ്ടതും ആ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ തീ ആളിക്കത്തി. ശോഭയുടെ കൈകൾ ശില്പയ്ക്ക് നേരെ ഉയർന്നു. മാമി വേണ്ട. പ്രശാന്ത് മുന്നോട്ടൊന്ന് അവിടെ കൈകൾ പിടിച്ചു. അരുത്, അവളെ തല്ലരുത്. എന്നാ പിന്നെ എല്ലാത്തിനും കാരണക്കാരനായി നിനക്കിരിക്കട്ടെ പറഞ്ഞിരുന്നു. ശോഭയുടെ കൈകൾ പ്രശാന്തിന്റെ മുഖത്ത് പതിഞ്ഞു. അവൻ അനങ്ങിയില്ല. ഒന്നും മിണ്ടാതെ നിന്ന് കൊണ്ടു. എല്ലാവരും നിർത്ത്. ശ്രീഹരിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. അതോടെ എല്ലാവരും നിശബ്ദമായി. ശില്പ. അവൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. പ്രശാന്ത് പറഞ്ഞൊക്കെ സത്യമാണോ? അതെനിക്ക് നിന്റെ വായിൽ നിന്ന് കേൾക്കണം. അത് നീ പറഞ്ഞേ പറ്റുള്ളൂ. ശില്പയൊന്ന് പതറി. ഇനിയൊരു തിരിച്ചുപോക്കില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെടാനൊന്നും മുന്നിലില്ല. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അതെ, സത്യ. അവൾ ശാന്തമായി പറഞ്ഞു. മതി, എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ എല്ലാവരും ചെയ്തോളൂ. എല്ലാവരെയും നോക്കിയിട്ട് ശ്രീഹരി റൂമിലേക്ക് നടന്നു. ശ്രീ, നീ എന്തൊക്കെയാ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം ഇതിനായിട്ട് ഞാൻ പറഞ്ഞു. അവര് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. ഓഹോ, അപ്പൊ ഇതാണ് അവരുടെ സ്വഭാവല്ലേ? അന്നും അനു പറഞ്ഞ കാര്യങ്ങൾ ഇന്നാ സത്യമായി പുലർന്ന്. വെറുതെ അല്ല അനു വീട്ടിലേക്ക് അവിടെ ഇടയ്ക്കിടയ്ക്കുള്ള പോക്ക്. ഇപ്പോഴല്ലേ എല്ലാം തെളിയുന്നത്. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ അവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായതാ. നീ കരഞ്ഞോണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവർക്ക് ഞാൻ ഓങ്ങി വെച്ചിരുന്നു. ഇതിപ്പോ സന്തോഷമായി. എത്ര പേരെ അവര് വെറുപ്പിച്ച്. മിഥുന്റെ സന്തോഷം വാക്കുകളിലൂടെ ഒഴുകി. അല്ല, നീ ഇപ്പൊ എവിടെ? വീട്ടിൽ വന്നോ? ഇല്ല മിഥുനേട്ടാ, ഞാൻ ഇവിടെ തന്നെയാ. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ ആ സംഭവം. ഇപ്പൊ താഴെ വിചാരം നടക്കുക. എല്ലാവരും ഉണ്ട്. ആരും ഇന്ന് ഓഫീസിൽ പോലും പോയിട്ടില്ല. ആണോ? അതെ. എന്നാൽ താൻ കാര്യങ്ങൾ എന്താവുന്ന നോക്ക്. ഞാൻ ഓഫീസിലാണ്, കുറച്ച് വർക്കുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ മിഥുനേട്ടാ. ശ്രീകുട്ടി മിഥുന്റെ കോളാട്ടിയെ തിരിഞ്ഞു. താഴ്ന്ന സംസാരങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാലും ശ്രീയേട്ടന്റെ അവസ്ഥ അതോർക്കെ അവിടെ നെഞ്ചൊന്ന് നീറി. ഓ, അപ്പൊ ഇവിടെ മുഖത്തുള്ള വിളർച്ചയും ക്ഷീണം ഇതായിരുന്നു അല്ലേ? എനിക്ക് അപ്പോഴേ എന്തൊക്കെയാ സംശയം തോന്നിയിരുന്നു. വല്ലാത്തൊരു ജന്മം തന്നെ. ഉമ്മ പുച്ഛത്തോടെ മുഖം കൂട്ടി. ശില്പയ്ക്ക് നേരെ അമ്മയുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടാണ് ശ്രീകുട്ടി താഴേക്ക് ഇറങ്ങിയത്. അമ്മേ. ശ്രീകുട്ടി ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. വീട് പെണ്ണേ. ഉമ്മ കുതറി. അമ്മയൊന്നും പറയണ്ട, ഇങ്ങ് വാ. ശ്രീകുട്ടി ഉമ്മയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് നടന്നു. ഇനി എന്താ തീരുമാനം? മുത്തശ്ശന്റെ തളർന്ന സ്വരം ഹാളിൽ അലയടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നവർ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് ഒതുങ്ങി നിന്നു. തീരുമാനം എന്താവാനാ? അടിച്ചു പുറത്താക്കുക. ശ്രീഹരിയുടെ അമ്മ ദേഷ്യത്താൽ തിളച്ചു. പത്മം. മുത്തശ്ശൻ ശാന്തമായി വിളിച്ചു. പതിയെ മാധവൻ മുന്നോട്ട് വന്നു. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അവളെ. ഇനി നിങ്ങളുടെ തീരുമാനം നിങ്ങൾ അറിയിച്ചോളൂ. അതിനുശേഷം ബാക്കി. മക്കള് നശിച്ചു പോയെന്ന് കരുതി കളയാൻ ഒക്കെയില്ലല്ലോ. അദ്ദേഹത്തിന്റെ മുഖം താഴ്ന്നു. സ്വരമിടറി. ശോഭ അത് കണ്ട് തേങ്ങി. ശില്പ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ദേഷ്യമായിരുന്നില്ല, ഒരുതരം തോൽവി. സ്വന്തം മകളാൽ തോറ്റുപോയൊരച്ഛന്റെ നിസ്സഹായാവസ്ഥ. ആ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ മാധവ. ശ്രീധരൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കടന്നു. മോനെ ഇന്ദ്ര. മാധവൻ താഴ്മയോടെ ഇന്ദ്രന്റെ അരികിലേക്ക് വന്നു. അവൻ എന്താണെന്ന അർത്ഥത്തിൽ വേദനയോടെ അദ്ദേഹത്തെ നോക്കി. മോനെ, ഈ ഒരു കാരണം കൊണ്ട് എന്റെ മായമോളോട് ദേഷ്യമൊന്നും കാണിക്കല്ലേടാ. അദ്ദേഹം വിതുമ്പി കൈകൾ കൂപ്പി. അച്ഛാ. മായ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് തേങ്ങി മുഖം കൈകളാൽ പൊത്തിപ്പിടിച്ചു. അങ്കിൾ, എന്താ ഇത്?
എൻ്റെ മായോട് ഞാനെന്തിനാ ദേഷ്യം കാണിക്കുന്നത്? എൻ്റെ ജീവനും ജീവിതം ഇവളല്ലേ എങ്കിൽ. ഇന്ദ്രൻ നേരത്തെ ഒരു വേദനയോടെ മായയെ തന്നിലേക്ക് കൂട്ടിപ്പിടിച്ചു. അങ്കിൾ വിഷമിക്കണ്ട, അങ്കിളുടെ ഒരു മകൾ തെറ്റിയതെന്ന് കരുതി അതിന്റെ ദേഷ്യം അവളുടെ ചേച്ചിയോട് ഈ ശ്രീമംഗലത്തുള്ള ആരും കാണിക്കില്ല. മോനെ, മാധവന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് നിങ്ങളെ വിശ്വാസ അങ്ങനെ ചെയ്യില്ലെന്നറിയാം. എന്നിരുന്നാലും ഒരു അച്ഛൻ്റെ ആദി. അദ്ദേഹം ഒന്ന് ശ്വാസമെടുത്തു. നിങ്ങളോടൊക്കെ തീർത്താ തീരാത്ത കടപ്പാടും സ്നേഹവും ബഹുമാനം എൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ തിരിച്ചുമുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അതൊന്നും അറിയാതെ പോയത് എൻ്റെ മകൾക്ക് മാത്രമാണ്. പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരെയും നോക്കാതെ തിരിഞ്ഞടന്നു. ആർക്ക് പിന്നാലെ മായയെ നോയിക്കൊണ്ട് മായി നടന്നു. ചേച്ചി, ശിവ മായക്കരിയിലേക്ക് ചെന്ന് ആ കൈകളിലൊന്ന് പിടിച്ചിട്ട് പോകുവാണെന്ന അർത്ഥത്തിൽ തലയാട്ടി. ശില്പ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഒരുപാട് നാൾ ആഗ്രഹിച്ച് കാത്തിരുന്ന വലിയൊരു സ്വപ്നം. ഒടുവിൽ ആ സ്വപ്നം പൂവണിഞ്ഞു. ഒരു വിജയെ പോലെ ശ്രീയേട്ടന്റെ താലിയും ചാർത്തി ഈ വീട്ടിൽ കയറി വന്ന ആ ദിവസം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അതൊരു സ്വപ്നം മാത്രമായിരുന്നില്ല, തന്റെ വിജയം കൂടെയായിരുന്നു. ആഗ്രഹിച്ച് നേടിയെടുത്ത വലിയൊരു വിജയം. ശ്രീമംഗലത്തെ ശ്രീഹരിയുടെ പെണ്ണാവണമെന്നുള്ളത് ഒരു രാത്രി ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമായിരുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ചേച്ചിയിൽ നിന്ന് വാതോരാ കേട്ടിട്ടുള്ള ഒരേ ഒരു പേരായിരുന്നു ശ്രീഹരി. മായയുടെ ജീവിതത്തിലെ നായകൻ, ആ പ്രണയകഥയിലെ പുരുഷൻ. അവനും അവളും പ്രണയിച്ചു. പരസ്പരം ജീവനായി, പ്രാണനായി. ആരാലും അസൂയപ്പെടുത്തുന്ന പ്രണയമായിരുന്നു അവരുടേത്. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുകൊണ്ട് തന്നെ. അവസാനം ഒരു ദയമില്ലാതെ ചതിയിലൂടെ ആ ചേച്ചിയുടെ പ്രണയം താൻ സ്വന്തമാക്കി. അതിലൂടെ ജീവിതം. അതും ജന്മം നൽകിയവരുടെ ജീവനെടുക്കുമെന്ന ഭീഷണിയിൽ. ആ ഭീഷണിക്ക് മുമ്പിൽ ചേച്ചി വഴങ്ങി. കാരണം ചേച്ചിക്ക് പ്രാണൻ തന്റെ പ്രണയമായിരുന്നില്ല, ജന്മം നൽകിയവരുടെ ജീവനായിരുന്നു. ആ പ്രണയവും അതിലൂടെ നേടിയെടുത്ത ജീവിതവും നഷ്ടപ്പെട്ട് തിരികെ പോകുന്നു. ടീ വരുന്നില്ലേ? അമ്മയുടെ ശബ്ദം അവളുടെ കാതിൽ വന്നടിഞ്ഞതും അവളൊരു നടുക്കത്തോടെ തിരിഞ്ഞു. അനു, ഇന്ന് ശ്രീഹരി സാർ ലീവാണോ? MD ക്യാബിന്റെ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് ലച്ചു ചോദിച്ചതും തന്റെ സിസ്റ്റത്തിൽ നിന്ന് തലയുയർത്തി അനു അവളെ എന്ന് നോക്കി. അറിയില്ലടാ, ശ്രീഹരി സാറ് മാത്രമല്ല ഇന്ദ്രൻ സാറും ഇല്ല. എന്തായിരിക്കും രണ്ടുപേരും വരാത്ത? എന്താടി ആരെ കാണാനിട്ട് നിനക്കിത്ര ടെൻഷൻ? പ്രത്യേകിച്ച് ശ്രീഹരി സാറേ. ഒന്ന് പോടി, ഇന്ന് സാറ് സൈൻ ചെയ്യാൻ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, അതോർത്തിട്ടാണ് ഞാൻ ചോദിച്ചത്. അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ട് അവന് അവളെ നോക്കിയൊന്ന് കണ്ണടച്ചിരിച്ചു. ലച്ചുവിന്റെ കണ്ണുകൾ വീണ്ടും ശ്രീഹരിയുടെ റൂമിന് നേരെ തിരിഞ്ഞു. അത്യാവശ്യമാണ്, ഇന്നലെ സാറിന് ഓർപ്പിച്ചത്, മറന്നുപോയാവോ? ലച്ചു ഒരു നിമിഷം ചിന്തയിലാണ്ടു. ലച്ചു, താൻ ടെൻഷൻ ആവേണ്ടടോ, സാറ് വന്നോളൂ. ഒരു 1 hour കൂടി വെയിറ്റ് ചെയ്യും. വന്നില്ലെങ്കിൽ നമുക്ക് വിളിക്കാന്നേ. ഓക്കേടാ. ലച്ചു അനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തന്റെ ജോലിയിലേക്ക് നീങ്ങി. ശ്രീമംഗലത്തിൽ നിന്ന് ശില്പയ്ക്ക് പിന്നാലെ ഇറങ്ങിയ പ്രശാന്ത് വീട്ടിലേക്ക് വന്നു. അമ്മ മുറ്റത്തന്നെ നിൽപ്പുണ്ട്, തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ. ഇനി എല്ലാം അറിഞ്ഞിട്ടുള്ള നിൽപ്പാണോ ഈശ്വര? എന്നാൽ ഇന്നത്തോടെ തന്റെ സ്ഥാനം പടിക പുറത്തായിരിക്കും. അവനുള്ളാൽ മൊഴിഞ്ഞു. ബൈക്കിൽ നിന്നിറങ്ങി അവനൊന്നും അറിയാത്തവനെ പോലെ സിറ്റൗട്ടിലേക്ക് കയറി. നിക്കടാ അവിടെ! പ്രശാന്തും നടുങ്ങി. അവൻ തലയിരിച്ചൊന്ന് മുറ്റത്തേക്ക് നോക്കി. നീ ഇതെവിടെ പോയതാടാ? രാവിലെ മുതൽ ഞാൻ നിന്നെ എത്ര വിളിച്ചു, ഒന്ന് ഫോണെങ്കിലും എടുത്തൂടെ? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? ആരെങ്കിലും ചത്തോ? അതേടാ, ചത്തില്ലെങ്കിലും കൊല്ലാൻ നിന്നെ പോലെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. അമ്മ ഒരുമാതിരി മറ്റേടത്ത് വർത്തമാനമായ കാര്യം പറയുന്നുണ്ടോ? പക്ഷെ അത് തലക്ക് ഭ്രാന്ത് പിടിച്ചടക്കുക അപ്പഴ. ഓഹോ, അത്രയ്ക്ക് ഭ്രാന്തൊക്കെ ഉണ്ട് എന്റെ മോന്. വല്ലവന്റെ ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ സമയത്തിന് ഒരു പെണ്ണെങ്കിലും കെട്ടിയിരുന്നെങ്കിൽ ഒരു ജീവിതം ഉണ്ടാവുമായിരുന്നു. അതെങ്ങനെയാ ആ എണ്ണം കെട്ടുകൾ കൂടിയല്ലേ പൊറുതി? സരോജിനി പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് നീട്ടി തുപ്പി. അമ്മേ! പ്രശാന്ത് പല്ലിയടിച്ചു. നിർത്താ, ദേഷ്യം! അവരലറി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നീ എങ്ങോട്ടും ഇറങ്ങിയില്ല. ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എങ്ങോട്ടോ പോയിരിക്കുന്നു. എവിടെ പോയെന്നൊരു വിവരമില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതൊക്കെ ആയപ്പോ മനസ്സിലൊരു വേവരാതി, അതുകൊണ്ട് ചോദിച്ചു പോയതാ. പിന്നെ അതിനിടയിൽ ആ ശില്പയുടെ കെട്ടിയോ നിന്നെ തേടി ഇവിടെ വന്നിരുന്നു. അതും കൂടെ ആയപ്പോ നെഞ്ചിലാകൊരു ഭയം. ഇതെല്ലാം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശാന്ത് ചോദിച്ചുകൊണ്ട് അമ്മയെ തുറച്ചു നോക്കി. വേറൊന്നുമില്ല. അല്ല, ആ ചെക്കൻ എന്തിനാ നിന്നെ തെരഞ്ഞു വന്ന്? അവനായിട്ട് നിനക്കെന്താ ഏർപ്പാട്? എനിക്കറിയില്ല. പറഞ്ഞിട്ട് അവൻ കാറ്റുപോലെ അകത്തേക്ക് നടന്നു. തന്റെ റൂമിലേക്ക് ചെന്ന് വാതിലടച്ച് ഡ്രസ്സ് പോലും മാറാ ബെഡിലേക്ക് വീണു. മനസ്സാ കറങ്ങി മറിയുന്നു. ഇപ്പം അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ അറിയും ഉടനെ തന്നെ. അപ്പോഴുള്ള പ്രതികരണം എന്തായിരിക്കും ഊഹിക്കാൻ പോലും സാധ്യമല്ല. അവൻ തലക്ക് കൈ കൊടുത്ത് കണ്ണുകൾ അടച്ചു. ശില്പയുടെ ദയനീയ മുഖം അവന് സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിലുപരി ശാന്ത. അവൾ ഈ കാര്യം പറഞ്ഞാൽ അത് വലിയൊരു പൊട്ടിത്തെറി തന്നെയാവും. പ്രഭാകരൻ മുതലാളി കിടപ്പിലാവുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഈ ബന്ധം. നാട്ടുകാരിൽ പലർക്കും അറിയാവുന്നതാണ്. ഇനി ശില്പ. അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഭ്രാന്ത് പിടിച്ച പോലെ തലമുടി വലിച്ചു പറിച്ചു. ലച്ചു, സാറെത്തിയില്ലല്ലോടി. ഇത്രയും സമയമായില്ലേ, ഇനി വരാൻ ചാൻസ് കുറവാ. താനൊരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചു നോക്ക്. അത് വേണോടാ? ലച്ചു പരിഭ്രമത്തോടെ അനുവിനെ നോക്കി. പിന്നെ വേണ്ടേ, താനല്ലേ പറഞ്ഞ സാറ് സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സ് ഉണ്ടെന്ന്.
ആ അത് സത്യ എന്നെ വിളിക്കാലേ? വിളിച്ചു നോക്ക്. ആര് പറഞ്ഞു? ലച്ചു തന്റെ ഫോൺ എടുത്ത് ശ്രീഹരിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഇനി തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അനൂപ് സാറിനോട് കാര്യം പറഞ്ഞേക്ക്, സാറ് വിളിച്ചു പറഞ്ഞോളൂ. ഇല്ലടാ ഞാൻ വിളിച്ചു, റിങ് ചെയ്യുന്നുണ്ട്. ലച്ചു അനുവിനെ നോക്കി പതിയെ പറഞ്ഞു. ഓക്കെ എന്നാ കണ്ടിന്യൂ. ഹലോ, തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.